ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. കർഷകർ ഭക്ഷ്യദാതാക്കൾ എന്നതിലുപരി ഭൂമിയുടെ യഥാർത്ഥ പരിപാലകർ കൂടിയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI ഇംപാക്ട് ഉച്ചകോടിയിലൂടെ ഭാരതത്തിന്റെ കഴിവുകൾ ലോകശ്രദ്ധ കൈവരിച്ചതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിനെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. അവയവദാനം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതായും പരാമർശം. CISF വന്ദേമാതരം സൈക്ലത്തോണിന് കൊച്ചിയിൽ ഇന്ന് സമാപനം. കേന്ദ്ര സഹമന്ത്രി ബാംദി സഞ്ജയ് കുമാർ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ അല്പസമയത്തിനകം ദക്ഷിണാഫ്രിക്കയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിലൂടെ നിർമ്മിത ബുദ്ധി രംഗത്തെ ഭാരതത്തിന്റെ അത്ഭുതകരമായ കഴിവുകൾ ലോകശ്രദ്ധ നേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 131 പതിപ്പിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നിർമ്മിതമായ 3 നിർമ്മിത ബുദ്ധി മോഡലുകൾ ഉച്ചകോടിയിൽ പുറത്തിറക്കാനായി. ഭാരതത്തിന്റെ പുരാതനമായ അറിവുകൾ ആധുനിക രീതികളിലൂടെ അറിയുന്നതിൽ ലോക നേതാക്കൾ താൽപര്യം പ്രകടിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർ ഭക്ഷ്യ ഉൽപാദനത്തിന് പുറമെ ഗുണനിലവാരത്തിലും മൂല്യവർദ്ധനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം രേഖപ്പെടുത്തി. കർഷകർ ഭക്ഷ്യദാതാക്കൾ മാത്രമല്ലെന്നും അവർ ഭൂമിയുടെ യഥാർത്ഥ പരിപാലകരാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. परंपरा और टेक्नोलॉजी दोनों को साथ लेकर चल रहा है और मुझे ये देखकर खुशी होती है कि हमारे किसान अब सिर्फ उत्पादन नहीं बल्कि गुणवत्ता, वैल्यू एडिशन और नए बाजारों पर भी ध्यान दे रहे हैं. 570 അപൂർവ നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിനായി തൃശൂർ ജില്ലയിലെ ആവണങ്ങാട്ട് കളരിയുടെ കീഴിലുള്ള സർവദാ ഭദ്രം ഓർഗാനിക്സ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വിത്തുകളുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള വലിയ ശ്രമം കൂടിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാക്കളിൽ ഒരാളായ കേരളത്തിൽ നിന്നുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആലിന്റെ മാതാപിതാക്കളുടെ വേദന വാക്കുകൾക്കതീതമാണെന്നും അവരുടെ തീരുമാനം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ബഹുമാനം നിറച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. അവയവദാനം രോഗികളെ സഹായിക്കുന്നതിനൊപ്പം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തെയും ശക്തിപ്പെടുത്തുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ആലിന്റെ മുത്തച്ഛൻ റെജി സാമുവേൽ നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യ ഗവൺമെന്റ് ഇത്തരത്തിൽ ഞങ്ങളെ ഇതൊരു വലിയ കാര്യം എടുത്ത് ഇതിന് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ അത് മൻ കി ബാത്തിലൂടെ പറഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. വലിയ അംഗീകാരമായി രാജ്യം നൽകുന്ന അംഗീകാരമായി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുടുംബത്തിന് സന്തോഷമുണ്ട്. ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ എന്നാണ് ഈ സ്ഥലത്തിൽ പറയാനുള്ളത്. തിരുനാവായയിൽ നടന്ന മഹാമാഘ മഹോത്സവത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രതിപാദിച്ചു. മഹാകുംഭമേളയും കേരള കുംഭമേളയും ഓർമ്മയുടെ ഉണർവും സംസ്കാരത്തിന്റെ പുനഃസ്മരണയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ സന്തോഷമുണ്ടെന്ന് മഹാമാഘ മഹോത്സവം സംഘാടക സമിതി ചെയർമാൻ സുധീർ നമ്പൂതിരി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അപ്രതീക്ഷിതമായി ആദരണീയ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മഹാമാഘ മഹോത്സവത്തെ പ്രശംസിച്ച് അല്ലെങ്കിൽ കേരള കുംഭമേളയെ പ്രശംസിച്ച് മൻ കി ബാത്തിൽ സംസാരിച്ചത് സംഘാടകരായ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണർത്തുന്ന ഒന്നാണ്. വളരെ കുറഞ്ഞ പ്രവർത്തകരുമായി മഹാമാഘ സംഘാടക സമിതി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയ ഈ പ്രവർത്തനം അർത്ഥവത്തായതിൽ അഭിമാനിക്കുന്നു. അദ്ദേഹത്തിന് നല്ല വാക്കുകൾക്ക് ഞങ്ങളെല്ലാം കടപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ ഭാരതീയ ഗവർണർ ജനറൽ ആയിരുന്ന C രാജഗോപാലാചാര്യയുടെ സ്മരണയിൽ നാളെ രാഷ്ട്രപതി ഭവനിൽ രാജാജി ഉത്സവ് ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച അദ്ദേഹം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ജനങ്ങൾക്ക് റമദാൻ, ഹോളി ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഉത്സവവേളകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മൻ കി ബാത്ത് ഉപസംഹരിച്ചത്.
സുരക്ഷിത തീരങ്ങൾ സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേ മാതരം സൈക്ലത്തോണിന് ഇന്ന് കൊച്ചിയിൽ സമാപനം. കൊച്ചി തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിൽ സമാപന ചടങ്ങ് പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബാന്തി സഞ്ജയ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. 25 ദിവസം കൊണ്ട് 6553 കിലോമീറ്റർ ദൂരമാണ് സൈക്ലത്തോൺ സഞ്ചരിച്ചത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വ്യാപാരികൾക്കായുള്ള പുനരധിവാസ സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും 283 കോടി രൂപയുടെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ പൂർത്തീകരണവും അദ്ദേഹം നിർവഹിച്ചു. പുനരധിവാസം ആവശ്യപ്പെട്ട 58 വ്യാപാരികൾക്കായാണ് സമുച്ചയം നിർമ്മിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ, 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ബിൽ തുടങ്ങിയവ സഭ നാളെ പരിഗണിക്കും. ധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടും നാളെ നിയമസഭയിൽ സമർപ്പിക്കും. നിയമസഭാ സാമാജികർക്കായി നിയമസഭാ ഹോസ്റ്റലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയമായ പമ്പ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് ആദ്യമായി വ്യവസായ വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംഘടിപ്പിച്ച ബയർ സെല്ലർ മീറ്റിലൂടെ 100 കോടി രൂപയുടെ ഓർഡറുകൾ സംരംഭകർക്ക് ലഭിച്ചതായി മന്ത്രി P. രാജീവ്. സംസ്ഥാനതല കേരള അഗ്രോ ഫുഡ് പ്രോ 2026 ഉദ്ഘാടനം എറണാകുളം കളമശ്ശേരിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവം നാളെ. കെട്ടുകാഴ്ച, എഴുന്നള്ളിപ്പും കുത്തിയോട്ടവുമാണ് ചെട്ടിക്കുളങ്ങരയിലെ പ്രധാന ആകർഷണം. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. 16 വീടുകളിൽ നിന്നാണ് ഇത്തവണ കുത്തിയോട്ടം വഴിപാട് നടത്തുന്നത്. നാളെ രാവിലെ കുത്തിയോട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. വൈകിട്ടോടെ കെട്ടുകാഴ്ചകളുടെ വരവ് തുടങ്ങും. ഓണാട്ടുകരയിലെ 13 കരകളിൽ നിന്നും അമ്പരചുംബികളായ കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലെ മുന്നിലെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്നത്. 6 കുതിര, 5 തേര്, ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നീ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ചെട്ടിക്കുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ച് നാളെ മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ICC T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് കളി ആരംഭിക്കുക. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. സൂപ്പർ 8-ലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 51 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്ക് 16.4 ഓവറിൽ 95 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റിയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. 74ാമത് ഓൾ ഇന്ത്യ പോലീസ് വോളിബോൾ സെപ്പാക് തെക്രോ മത്സരങ്ങൾ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ തുടങ്ങും. ഫെബ്രുവരി 27 വരെ നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ അസം റൈഫിൾസ്, BSF, CISF തുടങ്ങിയ 33 സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകർ ഭക്ഷ്യദാതാക്കൾ എന്നതിലുപരി ഭൂമിയുടെ യഥാർത്ഥ പരിപാലകർ കൂടിയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI ഇമ്പാക്ട് ഉച്ചകോടിയിലൂടെ ഭാരതത്തിന്റെ കഴിവുകൾ ലോകശ്രദ്ധ കൈവരിച്ചതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിനെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. അവയവദാനം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതായും പരാമർശം. CISF വന്ദേ മാതരം സൈക്ലത്തോണിന് കൊച്ചിയിൽ ഇന്ന് സമാപനം. കേന്ദ്ര സഹമന്ത്രി ബാന്തി സഞ്ജയ് കുമാർ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ അല്പസമയത്തിനകം ദക്ഷിണാഫ്രിക്കയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.